ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവിന്റെ വീട്ടിൽ ഐക്യവും കെട്ടുറപ്പും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവള് അതെല്ലാം തകർന്നില്ലേ? തകർത്തില്ലേ? ഈ വീട്ടിലും അടുക്കളയിലും എല്ലായിടത്തും അമ്മയില്ലാത്തതിന്റെ കുറവ് എനിക്കേ മനസ്സിലാവൂ. ചന്ദ്രുവിന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറില്ലേ? ടെൻഷൻ കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നാ എന്റെ ഒരു പേടി. നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കാൻ മനോജും ഹരിതി അവിടെ ഉണ്ടല്ലോ. എന്നാലും വേണ്ടാത്തതൊക്കെ ഓർത്ത് അച്ഛൻ ഇങ്ങനെ വിഷമിക്കരുത്. അല്ല, എന്നെ കാണാൻ ചന്ദ്രു വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാവും മോളെ. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടാ ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ എന്തോ ഒന്ന് പറയാൻ അവള് മറന്നതുപോലെ. ഇന്നലെ രാത്രി എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അതിന്റെ ലക്ഷണങ്ങളാ. എനിക്ക് അവളെ ഒന്ന് കാണണം മോളെ. അല്ല, പറ്റുമെങ്കിൽ ചന്ദ്രുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും വേണം. മോൾ എന്ത് പറയുന്നു? അതിനച്ഛൻ എന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അതിന്റെയൊക്കെ കാര്യമുണ്ടോ അച്ഛ? ഉണ്ട് മോളെ. സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? ഇന്ന് ചന്ദ്രു മനോജിന്റെയും ഹരിതയുടെയും ചെലവിലാ. അതുപോലെ ഞാൻ പ്രകാശിന്റെ ചെലവിലും. അപ്പോ അവന്റെ ഭാര്യയായ നിന്നോട് അനുവാദം ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദയില്ലേ? അത് കൊള്ളാം. അച്ഛനെന്നെ അങ്ങനെയാണോ കരുതുന്നത്? അല്ല, അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. പോയി അമ്മയെ കണ്ടിട്ട് വച്ച. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ട അവസ്ഥയിലാണ് അമ്മയെങ്കിൽ പിന്നെ ഒട്ടും താമസിക്കണ്ട, വിളിച്ചോണ്ട് വരിക തന്നെ വേണം. പ്രകാശേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അച്ഛൻ പോയിട്ട് വാ. വളരെ ഉപകാരം മോളെ. ശരി. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? മര്യാദ വേണ്ടേ? ഈ പേക്കൂത്തുകളൊക്കെ വീട്ടുകാരറിയുന്നുണ്ടോ ആവോ? മനോജിന് അധപതനമായിരിക്കും ഫലം. എന്നെ ഒരു വേലക്കാരിയായിട്ട് ഹരിതയുടെ കൂട്ടുകാർ കാണുന്നത്. അത് തിരുത്താനുള്ള മനസ്സ് മരുമോൾക്കുണ്ടായില്ല. വയസ്സായ വേലക്കാരി ഉത്തരവാദിത്വമുള്ളവളാണെന്ന് കൂട്ടുകാർ ധരിച്ചോട്ടെ.
സുമിത്രേ, ഡേ സുമിത്രേ, സുമിത്ര. സുമിത്രേ, ഡേ സുമിത്രേ. ആ ദാ വരുന്നു. കരുണാകരക്കുറുപ്പിന് വീണ്ടും വിചാരമുണ്ടായപ്പോ ഈ കൂട്ടുകുടുംബത്തിന്റെ സ്ഥിതി ആകെ അങ്ങോട്ട് മാറി. മനോജും ഹരിതയും അവരുടെ വഴിക്കായി. അമ്മയ്ക്കിപ്പോ അവിടെ സുഖായി. വന്ദന ദിയമോൾക്കൊപ്പം ജഗന്റെ വീട്ടിലേക്കും ചേക്കേറി. വർഷം നഷ്ടപ്പെട്ടതോടെ വിക്രമിന്റെ വരവും ഇനിയില്ല. ആ, വീടാകെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി അല്ല സുമിത്രേ? മനോജിന്റെ വീട്ടില് അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അമ്മയുടെയോ മനോജിന്റെ വിളിവെല്ലും വന്നോ? വന്നിട്ടില്ല. നീ അങ്ങോട്ട് വിളിച്ചില്ലേ? ഇല്ല. മനോജിന്റെ വീട്ടുകാരോട് ഹരിതയ്ക്ക് ഇപ്പോഴും പകയും വിദ്വേഷമൊക്കെ ഉണ്ട്. ഹരിതയുടെ മരുമകൾ ഭരണം അമ്മയ്ക്ക് താങ്ങാനാവോന്ന് എന്റെ സംശയം. ഈ സംശയം ഉണ്ടാകേണ്ട സമയത്തുണ്ടായില്ലല്ലോ. മനോജിനൊപ്പം അമ്മയെ കൂടി പറഞ്ഞു വിടാനുള്ള സാഹചര്യം പ്രകാശേട്ടനല്ലേ ഉണ്ടാക്കിയത്? മനുഷ്യന് പെറ്റമ്മ കഴിഞ്ഞേ ഉള്ളൂ. ആരും എന്തും. അതിപ്പോ ഭാര്യയാണെങ്കിൽ കൂടി. അച്ഛനുമായി പെരിയരുതെന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും പ്രകാശേട്ടന്റെ മനസ്സലിഞ്ഞില്ലല്ലോ. പിന്നെന്തിന് ഇപ്പൊ അമ്മയെക്കുറിച്ച് ഓർത്തൊരു ഉത്കണ്ഠ? എന്റെ ധാർമ്മിക രോഷം ഇനിയും തീർന്നില്ലേ? എങ്ങനെ തീരാനാ? പണക്കാരി അല്ലെങ്കിലും ഞാനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവളാ. ഭർത്താവിന്റെ വീട്ടിൽ ഐക്യവും കെട്ടുറപ്പും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവള്. അതെല്ലാം തകർന്നില്ലേ? തകർത്തില്ലേ? ഈ വീട്ടിലും അടുക്കളയിലും എല്ലായിടത്തും അമ്മയില്ലാത്തതിന്റെ കുറവ് എനിക്കേ മനസ്സിലാവൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ചൊല്ലും വിളിയുമായി നടന്നിരുന്ന അച്ഛൻ ഇന്ന് ജീവച്ചവോ? ആ കുറവ് നന്നായിട്ട് അറിയാവുന്നവളാ ഞാൻ. സമ്മതിക്കുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാവുന്ന ഒരു മാറ്റമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോ ചില കുറവുകളും അപാകതകളൊക്കെ ഉണ്ടാവും. അച്ഛനും അമ്മയും രണ്ടു വഴിക്കായതും അതിന്റെ ഭാഗമാണെന്ന് നീ മനസ്സിലാക്കണം. എല്ലാ കുറവുകളും കാലം നികത്തുമെന്ന് നമുക്ക് സമാധാനിക്കാം. അമ്മയില്ലാത്തൊരു കുറവും അച്ഛന് ഫീൽ ചെയ്യരുത്. അച്ഛന് കൃത്യസമയത്ത് ആഹാരം കൊടുക്കാനുള്ള കാര്യങ്ങള് നീ ചെയ്യണം. മാനത്തെ കൊട്ടാ